തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. അല്ലല്ല, നിങ്ങൾ സാമാന്യ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങളിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഇടപെടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്? ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, ശ്രീഹരിദാസ് സാറിന്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്! എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. ഒരു ദിവസം അമ്മാവിന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ, കല്യാണം പാലുകാച്ചൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവിട്ട് കാണിക്കണം. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. വെള്ളം കുടിച്ചോളൂ. ഉരുട്ടി വിഴുങ്ങവൻ ഇവനെ എന്റെ മുഖത്തൊക്കെ എന്താ പറഞ്ഞെന്നറിയോ? എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. ഞാൻ തെറ്റാണോ? തെറ്റാണോ? പോയി തരാടാ പോത്തെ. അല്ലല്ല വെയിറ്റ്, പിന്നെന്താ? ഞാൻ ഭക്ഷണം കഴിക്കുന്ന എന്തെന്ന് എങ്ങനെ മാച്ച്, എന്ത് മാച്ചിങ് ആണുള്ളത്? നീലയും കറുപ്പോ? കേട്ടോ, അപ്പോൾ അദ്ദേഹം മലബാറിൽ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ലീഗ് നേതാവിൻ്റെ വീടായിരുന്നു. പക്ഷേ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഭക്ഷണം കഴിക്കാൻ ഞാൻ പോയി. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് വിരുന്നിൽ പങ്കെടുക്കാൻ പോയി എന്നുള്ളതാണ്. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയതാണ്. ഉച്ചഭക്ഷണം ഞാൻ ലേറ്റായിട്ടാണ് കഴിച്ചത്. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചാണോ തെറ്റ്? നിങ്ങൾ എന്നോട് ക്ഷമിക്കേ. അതായത് മുഖ്യമന്ത്രി ആ സമയത്ത് വിരുന്നിൽ പങ്കെടുക്കാൻ പോയത് തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചത് തെറ്റായിപ്പോയോ എങ്കിൽ ഞാൻ ഇനി മുതൽ ഭക്ഷണം കഴിക്കുന്നില്ല. കഴിഞ്ഞ മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാതെയാണോ ചെയ്തത്? ഞാൻ ഇനി മുതൽ പട്ടിണി ഇരുന്നോളാം എന്നൊക്കെ പറയുന്നത് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളെ കുറ്റക്കാരാക്കി കാണിച്ചുകൊണ്ട് ഈ ബ്ലെയിമിങ് അല്ലെങ്കിൽ അതിന് ഒരു മാനിപ്പുലേഷൻ ഒക്കെയാണ് എനിക്ക് വിളിക്കാൻ തോന്നുന്നത്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. നിങ്ങളുടെ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്താ ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. നമ്മൾ കൃത്യമായിട്ടൊരു ആർഗ്യുമെന്റ് മുന്നിലേക്ക് വെച്ചു. ആ ആർഗ്യുമെന്റിനെ കുറിച്ച് സംസാരിക്കുക. ഇവിടെയും മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അതൊരു വിരുന്ന് നടക്കുന്ന സ്ഥലമായിരുന്നു, വിരുന്നിൽ പങ്കെടുക്കുക എന്നുള്ളത് പ്രീ പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ എൻ്റെ മാനസികാവസ്ഥയിൽ ഞാൻ ആ വിരുന്നിൽ പങ്കെടുക്കുക എന്നുള്ളതിനേക്കാൾ ഞാൻ ആ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ എത്രയും പെട്ടെന്ന് അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ ഭക്ഷണം കഴിച്ചാൽ തെറ്റായിപ്പോയോ? അതൊരു വിരുന്നായിരുന്നു. മുൻകൂട്ടി ക്ഷണിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്ന നിരവധി ഭക്ഷണങ്ങൾ നിരത്തി വെച്ചിട്ടുള്ള ഒരു വിരുന്നിലാണ്, ഒരു ഭക്ഷണ വിരുന്നിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുള്ളത്. ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാ പോയത്. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.